വാഴ എന്ന സിനിമയുടെ ട്രെയിലർ കണ്ടാൽ അത് നിങ്ങൾക്ക് നൽകുന്ന ധാരണ ഒരുപക്ഷേ 20 വയസ്സിന് മുകളിലുള്ള ആ ചെറുപ്പക്കാരുടെ കയ്യടി ലഭിക്കാൻ വേണ്ടി ഇത് പിന്നോക്കക്കാരുടെ ഈ അന്ധമായ ആരാധന ആയിരിക്കുമെന്നാണ്. എന്നാൽ വിപിൻ ദാസ് തിരക്കഥയെഴുതി ആനന്ദ് മേനോൻ സംവിധാനം ചെയ്ത ഈ സിനിമ ബാല്യകാലത്തിലെ മണ്ടത്തരങ്ങളുടെ ആഘോഷത്തിന് പുറത്തേക്ക് പോകുന്നതിൽ എവിടെയോ വിജയിക്കുകയും പുരുഷത്വം മറച്ചുവെക്കാൻ പ്രേരിപ്പിക്കുന്ന ചില സെൻസിറ്റീവ് മേഖലകളിൽ വിജയിക്കുകയും ചെയ്യുന്നു. സ്വാധീനശക്തിയുള്ള സംഘം ആ കഥാപാത്രങ്ങൾക്ക് അനായാസമായി ജീവൻ നൽകുന്നതോടെ ആപേക്ഷികതയുടെ കാര്യത്തിൽ വാഴ വലിയ സ്കോർ നേടുന്നു. അജോ, വിഷ്ണു, മൂസ, അബ്ദുൽ കലാം, വിവേക് ആനന്ദ് എന്നീ 5 ആൺകുട്ടികളെക്കുറിച്ചാണ് ചിത്രം പറയുന്നത്. ഇവരെല്ലാം പഠനത്തിൽ അത്ര മികച്ചവരല്ല. അവരിൽ ചിലർ പഠിക്കാൻ ശ്രമിച്ച് ദയനീയമായി പരാജയപ്പെട്ടു. 20കളുടെ അവസാനം വരെയുള്ള ഇവരുടെ ജീവിതത്തിന്റെ വിവിധ ഘട്ടങ്ങളിൽ നേരിട്ട വെല്ലുവിളികളാണ് ആനന്ദ് മേനോന്റെ വാഴയിൽ നാം കാണുന്നത്. ഈ സിനിമയുടെ പാക്കേജിംഗ് ഒരു ഗാലറി പ്ലസറായി പ്രവർത്തിക്കും വിധത്തിലാണ് ചെയ്തിരിക്കുന്നത്. ക്ലിച്ച് ചെയ്യപ്പെട്ട ആൺകുട്ടികളുടെ ജീവിത ദുരിതങ്ങൾ മുതൽ ചർച്ച ചെയ്യപ്പെടാത്തവ വരെ വിപിൻ ദാസിന്റെ തിരക്കഥ 2 മണിക്കൂറിനുള്ളിൽ ഒരുപാട് വിഷയങ്ങളിലൂടെ കടന്നുപോകുന്നു. ഞാൻ ഇതിനകം പറഞ്ഞതുപോലെ സിനിമയെ തുടർച്ചയായി ആകർഷകമാക്കുന്നത് ആപേക്ഷികതയാണ്. കൂടാതെ പുരുഷന്മാർക്ക് നേരെ എറിയുമ്പോൾ തിരികെ ചോദിക്കാൻ കഴിയാത്ത ചില വാദങ്ങളെയും ഭാരങ്ങളെയും ചോദ്യം ചെയ്യാൻ വിപിൻ ദാസിനെ സിനിമയുടെ അമിത സ്വഭാവം അനുവദിക്കുന്നു. ഇത് ഒരു ബില്യൺ ആൺകുട്ടികളുടെ ബയോപിക് ആണ്. അതിനാൽ സ്ത്രീ കഥാപാത്രങ്ങളെ ഈ ആൺകുട്ടികളുടെ കഥയിൽ നിന്ന് വിശ്വസിക്കാൻ കൊള്ളാത്തവരോ അപ്രാപ്യമായോ ആയി കാണുന്നു. സ്ത്രീകളെ നാണം കെടുത്തിക്കൊണ്ട് വിപിൻ ആ രംഗങ്ങൾ സ്ത്രീവിരുദ്ധമാക്കുകയായിരുന്നില്ല. പുരുഷന്മാരുടെ ആഴം കുറഞ്ഞ ധാരണ തുറന്നുകാട്ടുന്നത് പോലെയായിരുന്നു അത്. മദ്യപിച്ചെത്തിയ അജോ തനിക്ക് ഇഷ്ടപ്പെട്ട പെൺകുട്ടിയുടെ പിതാവിന് മുന്നിൽ സംസാരിക്കുന്ന രംഗം വികാരനിർഭരവും അതേസമയം രസകരവുമായിരുന്നു. മുമ്പ് ഗൗതമന്റെ രഥം ഒരുക്കിയ ആനന്ദ് മേനോൻ ആഖ്യാനത്തിലെ ഊർജ്ജം ഒരിക്കലും നഷ്ടപ്പെടാതെ നോക്കുന്നു. ഗൃഹാതുരത്വം ഉണർത്തുന്ന ചേരുവകളോടെയാണ് എഴുത്തു വരുന്നത്. അല്പം ബലഹീനത അനുഭവപ്പെട്ട ഒരേയൊരു മേഖല ഇന്റർവെൽ ബ്ലോക്ക് ആയിരുന്നു. മാത്രമല്ല ഒരു പ്രത്യേക രൂപഭാവത്തോടെ അത് ഉയർത്താൻ അവർക്ക് കഴിഞ്ഞു. നിരവധി മാച്ച് കട്ടുകളും ആക്ഷൻ കട്ടുകളും സിനിമയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ആദ്യ ഭാഗങ്ങളിൽ കഥാപാത്രങ്ങളുടെ വളർച്ച കാണിക്കുന്നത് മുതൽ കോളേജ് ഫൈറ്റ് സീക്വൻസ് ഊർജ്ജസ്വലമാക്കുന്നത് വരെ കട്ട് ശരിക്കും സിനിമയുടെ ചടുലത വർദ്ധിപ്പിക്കുന്നു. കഥയുടെ അവസാന ഘട്ടത്തിൽ പോരാട്ടം അതിന്റെ മൂർധന്യത്തിലെത്തി. ഒടുവിൽ ആൺകുട്ടികളിൽ കുറച്ച് വിശ്വാസം കാണിക്കാൻ തുടങ്ങുന്ന പിതാക്കന്മാരെ നമ്മൾ കാണുന്നു. എഡിറ്റുകൾ ഇന്റർകട്ടുകളിലൂടെ നാടകത്തെ ക്രമേണ വർദ്ധിപ്പിക്കുന്നു. ആനന്ദ് മേനോൻ ഒരിക്കലും ആ നാടകത്തെ ചീഞ്ഞ തലത്തിലേക്ക് തള്ളിവിടില്ല. രാത്രി വൈകിയുള്ള ഷോ കണ്ട ഏക സ്ക്രീൻ പ്രേക്ഷകർ ആ ഭാഗങ്ങളിൽ നിശബ്ദത പാലിച്ചു. പഠനത്തിൽ മികവ് പുലർത്താൻ തീവ്രമായി ആഗ്രഹിക്കുന്ന, അത് ചെയ്യാൻ കഴിയാത്ത നിഷ്കളങ്കയായ ഒരു കഥാപാത്രത്തെയാണ് അമിത് മോഹൻ രാജേശ്വരി അവതരിപ്പിക്കുന്നത്. ആ ദുർബലമായ ബിറ്റുകളിലെ പ്രകടനം, പ്രത്യേകിച്ച് സിനിമയുടെ അവസാന പാച്ച്, ശരിക്കും ദൃഢമായി തോന്നി. മറുവശത്ത് സിജു സണ്ണി തന്റെ സാധാരണ നർമ്മ ശൈലിയിലൂടെയാണ് സ്കോർ ചെയ്യുന്നത്. ജോമോൻ ജ്യോതിർ തന്റെ സിഗ്നേച്ചർ ശൈലിയിൽ മൂസയെ ഒരു തമാശക്കാരൻ ആക്കി. അനുരാജ് ഉബിയും അനുവും മറ്റ് 2 സംഘാംഗങ്ങളുടെ വേഷം ചെയ്യുന്നു. സാഫ് ബോയിയാണ് സംഘത്തിന്റെ ഏക എതിരാളി. സീനിയർ താരങ്ങളായ ജഗദീഷ്, അസീസ് നെടുമങ്ങാട്, കോട്ടയം നസീർ എന്നിവർ അവസാനം വരെ വൈകാരികമായ പാച്ചുകളിൽ മികച്ചുനിന്നു. അതേസമയം നോബി മാർക്കോസ് തന്റെ സാധാരണ നർമ്മം കൊണ്ട് സ്കോർ ചെയ്തു. തിയേറ്ററിനുള്ളിലെ ആർപ്പുവിളികളുടെ ശബ്ദം കൂട്ടാനാണ് ഹാഷിറും സംഘവും കൂടുതലും. ഒരു അഭിമുഖത്തിൽ വിപിൻ ദാസ് വാഴയെ ആൺകുട്ടികൾക്ക് തുല്യമായ ജയ 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 ഹേ എന്ന് വിശേഷിപ്പിച്ചിരുന്നു. ആപേക്ഷിക നർമ്മത്തിന്റെ പ്രാരംഭ കുതിപ്പിന് ശേഷം സിനിമ നിരാശയുടെ ആപേക്ഷിക പാച്ചുകളിലേക്ക് മാറുന്നു. മാത്രമല്ല അവർ സങ്കടം കാണിക്കുന്നത് പോലെയല്ല, സഹാനുഭൂതി, ഒരാളിൽ വിശ്വാസം പ്രകടിപ്പിക്കൽ, ആർക്കെങ്കിലും വേണ്ടി നിലകൊള്ളൽ എന്നിവയുടെ തീമുകൾ സിനിമയുടെ ഇരുണ്ട ഭാഗങ്ങളിൽ പോലും നർമ്മത്തിന്റെ പാളി നിലനിർത്തിക്കൊണ്ടുതന്നെ രസകരമല്ലാത്തതും വൈകാരികവുമായ രീതിയിൽ ചിത്രീകരിച്ചിരിക്കുന്നു. ആപേക്ഷികതയും വിനോദവും കൈകോർത്ത് നടക്കുന്നതിനാൽ വാഴ മൊത്തത്തിൽ പ്രവർത്തിക്കുന്നു.